കൊച്ചി എളമക്കരയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ 20 ദിവസത്തോളം വീട്ടിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചതായി പരാതി. ലഹരി നൽകിയായിരുന്നു പീഡനം. ബംഗളൂരുവിൽ BSc നഴ്സിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് പീഡനത്തിന് ഇരയായത്. പ്രതി റക്സനെ എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ആയിരുന്നു സംഭവം. രേഷ്മ ബാബു ചേരുന്നു കൊച്ചിയിൽ നിന്ന്. രേഷ്മ, വിശദാംശങ്ങൾ. എളമക്കരയിലാണ് കോളേജ് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക പീഡനം ഉണ്ടായത്. ഇക്കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു സംഭവം. ഈ റെക്സൺ എന്ന് പറയുന്ന വ്യക്തിയുടെ, അതായത് ഈ കേസിലെ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയാണ് റെക്സൺ. റെക്സന്റെ അയൽ വീട്ടുകാരിയാണ് ഈ പെൺകുട്ടി. ഈ വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡനം സംഭവിച്ചത്. ജൂൺ മാസം മുതൽ സെപ്റ്റംബർ വരെ പീഡനം തുടർന്നു എന്നാണ് പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത്. സെപ്റ്റംബർ മാസത്തിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വീട്ട് പൂട്ടിയിട്ട് തന്നെ പീഡിപ്പിച്ചു. ഒപ്പം തന്നെ ലഹരി തനിക്ക് നൽകിയിരുന്നുവെന്നും പെൺകുട്ടി എളമക്കര പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും നിലവിൽ റെക്സനെ, അതായത് പ്രതിയായിട്ടുള്ള റെക്സനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 20 ദിവസത്തോളമാണ് വീട്ടിൽ പൂട്ടിയിട്ട് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. വിവാഹം കഴിക്കാമെന്നുള്ള വാഗ്ദാനം അടക്കം റെക്സൺ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രതി നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. നമ്പ്യാർ. കൊച്ചി എളമക്കരയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ 20 ദിവസത്തോളം വീട്ടിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചതായി പരാതി. ലഹരി നൽകിയായിരുന്നു പീഡനം. ബംഗളൂരുവിൽ BSc നഴ്സിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് പീഡനത്തിനിരയായത്. പ്രതി റക്സനെ എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.